നമസ്കാരം, എല്ലാവർക്കും പത്തിരി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി വീഡിയോയും കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ പൊട്ടറ്റോ ഉണ്ട്, ഒരു പച്ചക്കായുണ്ട്, കോളിഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നല്ലൊരു ക്ലീൻ ചെയ്താണ്. ഫസ്റ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഗാർലിക് ജിഞ്ചർ 1 ടീസ്പൂണ്, അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഗരം മസാല പൊടി, അല്പം ഓയിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. അല്പം നാരങ്ങയുടെ ചേർത്ത് കൊടുക്കാം, ഒരു അരമുറി നാരങ്ങയുടെ നീരൂടെ. ഇതൊന്ന് സൈഡിലേക്ക് വെക്കാം. ഇത് കുക്ക് ചെയ്തിട്ട് ഇത് പൊരിച്ചെടുത്തിട്ട് ശേഷം മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടുകയാണ്. ഇത് സൈഡിലേക്ക് വെക്കാം. ഇനി ബാക്കി സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2 ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അത് ഫസ്റ്റ് ഒന്ന് ഒനിയൻ ഫ്രൈ ആക്കി എടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഒനിയൻ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒനിയൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അതിനി കോരി മാറ്റാം. ഒരുപാട് ഫ്രൈ വേണ്ട, ഇതിന് കുറച്ച് നേരം ഇരുന്ന് ഫ്രൈ ആയിക്കോളും. ഇനി ഇതിനകത്തോട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത പനീർ പീസസ് ഇട്ട് കൊടുക്കാം. പനീർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുകൂടെ കോരിയെടുക്കാം. പനീർ തീരെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടാൽ മതി. ഇതിലേക്ക് 2 പീസ് ബ്രെഡ് ക്യൂബ് പീസിൽ കട്ട് ചെയ്തതാണ്, ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് എടുക്കാം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതുകൂടെ കോരി മാറ്റാം. ഇനി അല്പം കോക്കനട്ട് കൂടെ ഫ്രൈ ആക്കി എടുക്കാം. കോക്കനട്ട് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആവണ്ട, ഇതൊരു ഹാഫ് ഫ്രൈ ആയാൽ മതി. ബാക്കി മസാലയുടെ കൂടെയും ദമ്മിൻ്റെ കൂടെ ഇരുന്ന് വേവാനുള്ളതാണ്. അപ്പോൾ അത് കോരി മാറ്റാം. ഒരു ഹാഫ് ഫ്രൈ മതി, ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട. പൊട്ടറ്റോയും പച്ച ഏത്തക്കയോടെ ചേർത്ത് മസാല പുരട്ടി വെച്ചേക്കുന്ന ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി ഇടാം. ഇതുപോലെ ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പച്ച ഏത്തക്കായും പൊട്ടറ്റോയും ഏകദേശം കുക്കായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആവേണ്ട, ഒരു ഹാഫ് ഫ്രൈ മതി. കാരണം ഇനി ഇത് മസാലയുടെ കൂടെയും ദമ്മിലിരുന്ന് വേവാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചുള്ളതാണ്. അപ്പോൾ ഇതിന് കോരി മാറ്റാം. അപ്പോൾ സ്റ്റെപ്പ് 2 ഇത്രയും പണിയുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് 3 ആകും. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾ ഗീ
ഇനി ഇതിലേക്ക് സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്തത് അതോടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നാവുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടാം. അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോയുടെ ഇനി ഇതിൻ്റെ കൂടെ അല്പം സോയാബീനോടെ വേവിച്ചത്, ഇത് കുക്ക് ചെയ്ത് ഉപ്പിട്ട് കുക്ക് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും പച്ചക്കായും പൊട്ടറ്റോയുടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും മിൻ്റിലൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈരൂടെ ചേർത്ത് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചോറ് വെക്കാനുള്ള സ്റ്റെപ്പ്, നാലാമത് ചോറ് വെക്കാനുള്ളൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്, വെള്ളവും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 10 ഏലക്ക ഉണ്ട്, ഒരു 12 ഗ്രാമ്പും ഉണ്ട്, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള പട്ടയുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമുണ്ട്, സ്റ്റാർ അനാൻസ് ഒരു 4 എണ്ണം ഉണ്ട്, ബേ ലീഫ് ഉണ്ട് ഒരു 4 ഇല, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ ചൂട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഊറ്റിയിട്ട് വരുന്നൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുറച്ച് ചോറ് ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും മിൻ്റിലയും ചേർത്ത് കൊടുക്കാം.
ഒനിയൻ ഫ്രൈ ആക്കിയത് ചേർത്ത് കൊടുക്കാം. അല്പം കോക്കനട്ട് ഫ്രൈ ആക്കിയതൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കോക്കനട്ടും അല്പം ഗരം മസാല, കുറച്ച് മല്ലിയില, മിൻ്റില, അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനൂടെ ചേർത്ത് കൊടുക്കാം. അല്പം റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് കളറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് മൂടി വെച്ചൊന്ന് ദമ്മാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വാഹ്, ഇനി ഇത് സർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ഒനിയൻ ഫ്രൈ ആക്കിയതും, കുറച്ച് ബ്രെഡ്, കുറച്ച് പനീർ, കുറച്ച് മല്ലിയില, മിൻ്റില എല്ലാം ഇട്ട് ഇനി ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.